തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കരുത്ത് കാട്ടാൻ ബി.ജെ.പി. ഒരുങ്ങുന്നു. മിഷൻ 100 എന്നാണ് പേരിട്ടേക്കുന്നത്. മിഷൻ 100. എന്താണ് ഈ മിഷൻ 100? ഈ ബി.ജെ.പി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇപ്പോൾ ഈ ഒക്ടോബറിൽ അല്ലെങ്കിൽ നവംബറിലായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കും. അതിലാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിനോടൊപ്പം അവർ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രധാനപ്പെട്ട എ ക്ലാസ്, ബി ക്ലാസ് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥികളെയും തീർച്ചപ്പെടുത്തും. ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകത്തില്ല. അനൗദ്യോഗികമായിട്ട് ആരെല്ലാം ഏതെല്ലാം മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. കാരണം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ സ്ഥാനാർത്ഥികൾ അവിടെ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ വോട്ടർമാരുമായിട്ട് കൂടുതൽ അടുപ്പം സ്ഥാപിക്കാനും അവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും നമ്മളിൽ നിന്ന് എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടും എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്താനും കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് നിയമസഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ബി.ജെ.പി. തീർച്ചപ്പെടുത്താൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 19 പഞ്ചായത്തുകളിൽ 2 നഗരസഭകളിലുമാണ് പാർട്ടിക്ക് ഭരണം കിട്ടിയത്. 20ഓളം പഞ്ചായത്തുകളിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും മുഖ്യ പ്രതിപക്ഷമായി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏതാണ്ട് അടുത്ത് നിൽക്കുകയാണ്, ഭരണത്തോട് അടുത്ത് നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി 1-2 സ്ഥാനങ്ങളിലെത്തിയ 100 ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണത്തിലെത്താനാണ് നീക്കം. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി 1-2 സ്ഥാനങ്ങളിലെത്തിയത് 100 ഗ്രാമപഞ്ചായത്തുകളിലാണ്. ഈ 100 ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണം പിടിക്കണം. ഇത് വളരെ വലിയൊരു മിഷനാണ് കേട്ടോ രാജീവ് ചന്ദ്രശേഖർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കുക എന്ന് പറയുന്നത് ഒരു അസാധ്യമായിട്ടുള്ള കാര്യം തന്നെയല്ലേ, പ്രത്യേകിച്ച് ബി.ജെ.പി. പിന്നെ 300ഓളം പഞ്ചായത്തുകളിൽ പാർട്ടി വോട്ട് വിഹിതം കൂട്ടിയിട്ടുണ്ട്. അത് വീണ്ടും കൂട്ടുക എന്നുള്ളതാണ്. ഇത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചില പടികളാണ്. അപ്പൊ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വിജയത്തിന് ആക്കം കൂട്ടുന്ന ഒന്നായി വരും. പിന്നെ മുനിസിപ്പാലിറ്റികളിൽ 10 എണ്ണത്തിൽ പാർട്ടി മുന്നിലെത്തി. 20ഓളം മുനിസിപ്പാലിറ്റികളിൽ ഗണ്യമായ വോട്ട് വർധനവുണ്ടായി. കോർപ്പറേഷനുകളിൽ 2 എണ്ണത്തിൽ മുന്നിലെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 21,000 തദ്ദേശ വാർഡുകളിൽ 18,000 ഇത്തവണ പാർട്ടിയുടെ കമ്മിറ്റികളുണ്ട്. 2000ഓളം വാർഡുകളിൽ കൺവീനർമാരും ഇവിടങ്ങളിൽ പ്രവർത്തനം ഏകോപിപ്പിക്കാനായിട്ട് 33 ജില്ലാ പ്രഭാരികളെയും നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് ഇവർ ഓരോ ആഴ്ചയിലും പ്രവർത്തനങ്ങൾ വിലയിരുത്തും എന്നുള്ളതാണ്. അപ്പം ഇത് ബി.ജെ.പി. വലിയൊരു ശക്തി കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നത് എന്തുകൊണ്ടും ബി.ജെ.പി. അത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഈ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പം നമ്മൾ പറയുന്നുണ്ട് ചിലയിടങ്ങളിൽ ഇന്ന സ്ഥാനാർത്ഥികളാണ്. ഇതൊക്കെ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് അനൗദ്യോഗികമായി അവരെ അറിയിച്ചിട്ടുമുണ്ട്. ഇപ്പം ഇന്നിടത്ത് ഇപ്പോൾ കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു എന്നുള്ളത് ഇത് ഔദ്യോഗിക പ്രഖ്യാപനമല്ല, പക്ഷെ അനൗദ്യോഗികമായിട്ട് അവരെയൊക്കെ തന്നെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ ആ മണ്ഡലം കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ നിൽക്കണം. ഇനിയുള്ള നാളുകളിൽ ഒരു 7-8 മാസം നിൽക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്. ഈ നവംബറിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ മണ്ഡലവുമായിട്ട് നല്ല വ്യക്തിബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു മിഷൻ ഒരു പാർട്ടികളും ഇന്നേ വരെ ചെയ്തിട്ടില്ല. വലിയ കേഡർ സ്വഭാവമുള്ള CPM പോലും ഇത്തരത്തിലുള്ള കാര്യത്തിലേക്ക് പോയിട്ടില്ല. അപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 100 ഗ്രാമപഞ്ചായത്തുകളിൽ 1-2 സ്ഥാനങ്ങളിൽ എത്തി എന്ന് പറയുന്നുണ്ട്. ഈ 1-2 സ്ഥാനം എന്നൊക്കെ പറയുന്നത് വലിയ വോട്ടിൻ്റെ അന്തരമൊന്നുമില്ല, വിജയത്തോട് അടുത്ത് നിൽക്കുന്നതാണ്.
ഇപ്പം തന്നെ നമുക്കറിയാം 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്താണ്, 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്താണ്. അങ്ങനെ വരുമ്പോൾ തന്നെ 20ആയി. പിന്നെ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് വലിയ വ്യത്യാസത്തിലൊന്നുമല്ല, വളരെ ചെറിയ വ്യത്യാസത്തിൽ മാത്രമാണ്. അവിടെയൊക്കെ തന്നെ ഈ BJP അവരുടെ ആക്കം കൂട്ടാനായിട്ട് സാധിക്കും എന്നാണ് ഈ മിഷനിലൂടെ അവർ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാർഡുകളിലെല്ലാം ഇക്കുറി BJP സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ പൂർണ്ണസമയ പ്രവർത്തകരെ പോലും നിയോഗിക്കുന്നുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ 20,000-ൽ പരം വാർഡുകളിൽ പ്രത്യേക സമ്മേളനം ചേർന്ന് 2 മുന്നണികൾക്കുമെതിരെ കുറ്റപത്രവും വികസന രേഖയും തയ്യാറാക്കും. പിന്നെ അതുപോലെ ഓരോ പഞ്ചായത്തുകൾക്കും പ്രത്യേകമായ പ്രകടന പത്രിക. അതങ്ങനെ ഓരോ പഞ്ചായത്തിനും പ്രത്യേക പ്രകടന പത്രിക തയ്യാറാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഓരോ പഞ്ചായത്തിനും അതിൻ്റേതായ ചില ആവശ്യങ്ങളുണ്ട്. ചിലയിടത്ത് ജലക്ഷാമം ഉള്ള പ്രദേശമായിരിക്കാം, ചിലയിടങ്ങളിൽ മറ്റു ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാകാം. അപ്പോൾ അവിടുത്തെ ഓരോ പഞ്ചായത്തിൻ്റെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസൃതമായ ഒരു പ്രകടന പത്രിക അതിലുമുണ്ട്. വാർഡുകൾക്കും പ്രത്യേകമായിട്ട് പ്രകടന പത്രിക രൂപപ്പെടുത്താൻ പറയുന്നുണ്ട്. ചില പഞ്ചായത്തുകളിൽ നമുക്കറിയാം അവർക്ക് ടൂറിസം സാധ്യതയുള്ള ഇടമുണ്ട്, പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിലൊക്കെ തന്നെ. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലൊക്കെ തന്നെ പിന്നെ ഈ ടൂറിസം സാധ്യതയുള്ള പഞ്ചായത്തുകളുണ്ട്. അതുപോലെ പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് ശബരിമല സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ്. അപ്പോൾ ആ പത്തനംതിട്ട ജില്ലയിൽ അത്തരത്തിലുള്ള പഞ്ചായത്തുകളിൽ ഈ ശബരിമല യാത്ര ഭക്തർക്ക് വേണ്ടിയിട്ട് ഇടത്താവളങ്ങളും മറ്റും വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓരോ പഞ്ചായത്തിനും ഓരോ തരത്തിൽ അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടുള്ള പ്രകടന പത്രിക തയ്യാറാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാദ്യമാണ് BJPയിൽ നിന്നല്ല, കേരളത്തിലെ ഒരു പാർട്ടികളും ഇന്നേ വരെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഇത്രയും വലിയൊരു മിഷനുമായിട്ട് ഇറങ്ങിയിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. BJP മിഷൻ 100 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ തന്ത്രപൂർവമുള്ള, വളരെ കാൽക്കുലേറ്റ് ആയിട്ടുള്ള ഒരു നീക്കം തന്നെയാണ്. ഇതിൻ്റെ മറ്റ് ദൂരവ്യാപക ഫലമെന്ന് പറയുന്നത് ഈ കേരളത്തിലെ ഭരണം പിടിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.